ജമ്മുകശ്മീരിൽ വീണ്ടും സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ വെടിവെപ്പ്. 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു, ഒരാൾക്ക് പരിക്കേറ്റു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട്. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ വനമേഖലകൾ ഇത്തരത്തിൽ സൈന്യം ഒരു സെർച്ച് ഓപ്പറേഷൻ നടത്തിയത്. പ്രധാനമായിട്ടും കുൽഗം ജില്ലയിലുള്ള അഖൽ എന്ന് പറയുന്ന ഒരു വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള തിരച്ചിൽ നടത്തിയത്. അപ്പോൾ വെള്ളിയാഴ്ച തന്നെ ഇവിടെ തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു തെരച്ചിൽ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദികളെ ഈ തെരച്ചിലിന് ഇടയിൽ കാണുകയായിരുന്നു. ഈ സുരക്ഷാ സേനയും ഈ തീവ്രവാദികളും തമ്മിൽ വെള്ളിയാഴ്ച തന്നെ വെടിവയ്പുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ശനിയാഴ്ച രാവിലെയോടെ 2 തീവ്രവാദികളെ വധിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതിലൊരാൾ പുൽവാമയിൽ നിന്നുള്ള ഒരു തീവ്രവാദിയാണെന്നൊക്കെ സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇന്ന് വീണ്ടും 2 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഇന്ന് വീണ്ടും അതിൻ്റെ ആ ഒരു സെർച്ച് ഓപ്പറേഷൻ്റെ തുടർച്ചയായിരുന്നു. ഞായറാഴ്ചയും ഈ തെരച്ചിലുണ്ടായിരുന്നു. ആ തെരച്ചിലിനൊടുവിലാണ് 2 തീവ്രവാദികളെ ഇന്നും വധിക്കാനായത്. ഒരു തീവ്രവാദിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളിപ്പോൾ സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലാണ്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും പരിക്കേറ്റതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്നും ഈ തെരച്ചിൽ ഈ മേഖലയിൽ തുടരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 4 മുതൽ 5 വരെ തീവ്രവാദികൾ അടങ്ങുന്ന ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ ഈ വനമേഖലയിൽ തമ്പടിച്ചിട്ടുള്ളതെന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ തെരച്ചിൽ നടത്തിയത്. ഇന്ന് വീണ്ടും 2 പേർ ഇപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹാരിസ് നാസർ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇന്നലെ സുരക്ഷാ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. ഇയാൾ പുൽവാമ ജില്ലയിൽ നിന്നുള്ള ആളാണെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വീണ്ടും ഇന്നത്തെ തെരച്ചിൽ ഇനിയും തുടരുമെന്നാണ് നിലവിൽ സേനയുടെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.